ഹലോ ഗേയ്സ് ഈ സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റത്തെ ഇൻഫോ തന്നെ ക്രാഫ്റ്റണിന്റെ ഈ സ്പോർട്സിന്റെ അസോസിയേറ്റ് ഡയറക്ടറായ കരൺ കുറച്ച് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളെ ക്രാഫ്റ്റൺ ഇന്ത്യയിലെ ഏതെങ്കിലും ഗെയിം ഗ്ലോബൽ റെപ്രസെന്റേഷൻ ഉണ്ടാവുമോ എന്ന് ചോദിച്ചൊരു ക്വസ്റ്റ്യന് പറഞ്ഞത് വെയിറ്റ് ഫോർ ദ അനൗൺസ്മെന്റ് എന്നാണ്. നമുക്കറിയാം BGMAയുടെ സെക്കൻഡ് റോഡ് മാപ്പ് ആ ഒരു BGIS ഏപ്രിലിൽ നടക്കുന്ന BGIS ലാൻഡിലാണ് അനൗൺസ് ചെയ്യുന്നത്. മേ ബി നമുക്ക് ആ ഒരു സമയത്ത് ഒരു ഇന്റർനാഷണൽ ഇവന്റ് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ടീം ഇന്ത്യയിലേക്ക് ചിലപ്പോൾ കാണാനായിട്ട് സാധിക്കുമായിരിക്കും. അതിന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മളെ വീക്കെൻഡി മാപ്പ് നമുക്ക് അടുത്ത ഒഫീഷ്യൽ ഇവന്റുകളിൽ കാണാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഇല്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് വീക്കെൻഡി ആ ഒരു കോമ്പറ്റേറ്റീവ് ലെവലിൽ മാച്ചുകളിൽ കാണാനായിട്ട് സാധിക്കുന്നതല്ല അപ്കമിങ് ടൂർണമെന്റുകളിൽ. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് കുറച്ച് ലൈനപ്പ് ചേഞ്ചുകളാണ്. നമ്മളെ ലിംറ ഇ സ്പോർട്സ് അവരുടെ BGMA ലൈനപ്പിനെ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഒഫീഷ്യലി അവർ ഇൻസ്റ്റാഗ്രാം ത്രൂ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ സില്ലി ഇ സ്പോർട്സും അവരുടെ ലൈനപ്പ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ റെക്കനിങ്ങിൽ ഉണ്ടായിരുന്ന ഇമ്മോർട്ടലിനെയൊക്കെ ചേർത്തിട്ടാണ് സില്ലി ഇ സ്പോർട്സ് അവരുടെ BGMA ലൈനപ്പിനെയും അനൗൺസ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ലൈനപ്പ് ചേഞ്ച് എന്ന് പറയുന്നത് നമ്മളെ ഗ്ലോബലി സ്പോർട്സിനെ കുറിച്ചാണ്. നമുക്കറിയാം BGSന്റെ റോഡ് മാപ്പ് വന്നതിന് ശേഷം ഗ്ലോബലി സ്പോർട്സ് ഒരു പോസ്റ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. റോഡ് മാപ്പ് അത്ര കൺസിസ്റ്റന്റ് അല്ല, ഞങ്ങൾ BGMA ലൈനപ്പിനെ ഇറക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ BGISന്റെ അനൗൺസ്മെന്റോട് കൂടിയിട്ട് തന്നെ ഗ്ലോബലി സ്പോർട്സിന്റെ ഓണർ പറഞ്ഞിരിക്കുകയാണ് BGISലേക്ക് അവരൊരു BGMA ലൈനപ്പിനെ ഇറക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതിന്റെ അനൗൺസ്മെന്റുകൾ നമുക്ക് വരുന്ന ദിവസങ്ങൾ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മളെ റെക്കനിങ് സ്പോർട്സിൽ ഉണ്ടായിരുന്ന ഹണ്ടേഴ്സിനെ കുറിച്ചാണ്. ഹണ്ടേഴ്സ് ഇപ്പോൾ ഒരു ടീമിലും കളിക്കുന്നില്ല. റെക്കനിങ്ങിലെ ഹണ്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്കറിയാം ഹണ്ടേഴ്സ് സോളിലേക്ക് പോകണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഹണ്ടേഴ്സിന്റെ ഭാഗത്ത് നമുക്കൊരു സ്റ്റോറി കാണാനായിട്ട് സാധിച്ചിരിക്കുകയാണ്. ഫൈനലി കോൺട്രാക്ട് എൻഡഡ് എന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഒരു സ്റ്റോറി ഉണ്ടായിരുന്നത്. അത് പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാം സോളിലേക്ക് ഹണ്ടേഴ്സിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മാന്യ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് റെക്കനിങ് സ്പോർട്സ് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. ഞങ്ങൾക്ക് ഇത്ര കോൺട്രാക്ട് പ്ലേയേഴ്സുമായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര രൂപ തന്നാൽ മാത്രമേ സോളിലേക്ക് വിടുള്ളൂ എന്ന് പറഞ്ഞിട്ടായിരുന്നു ഹണ്ടേഴ്സിനെ റെക്കനിങ്ങിൽ പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ആ ഒരു കോൺട്രാക്ട് അവസാനിച്ചിരിക്കുകയാണ്. ഹണ്ടേഴ്സ് ഇനി സോളിലേക്ക് പോകുമോ അല്ലെങ്കിൽ വേറെ ഏത് ടീമിലേക്കായിരിക്കും BGSൽ കളിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടു തന്നെ അറിയാം. സോളിലേക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ആൾറെഡി അറിയാം സോളിൽ സ്കിപ്സ് ആൾറെഡി ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ മേജർ ഇവന്റുകളും നമുക്ക് സ്കിപ്സിനെ അങ്ങനെ കാണാനായിട്ടും സാധിക്കുന്നില്ല. എന്തായിരിക്കും ഇനി സോളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളും നമുക്ക് വരുന്ന ദിവസങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അടുത്തൊരു ലൈനപ്പ് ചേഞ്ച് എന്ന് പറയുന്നത് FS ഇ സ്പോർട്സ് അവരുടെ ഇൻഡസ് ബാറ്റിൽ റോയാലിന്റെ ലൈനപ്പ് അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ടോപ്പ് T1 ടീമുകൾ ഇപ്പോൾ കുറേ ആയിട്ട് അവരുടെ ഇൻഡസ് ബാറ്റിൽ റോയാലിന്റെ ആ ഒരു ലൈനപ്പ് അനൗൺസ് ചെയ്ത് നമുക്കറിയാം. ഫെബ്രുവരിയിൽ 2 കോടി രൂപയുടെ പ്രൈസ് പൂൾ വരുന്ന ഒരു ലാൻ ഇവന്റ് ഇൻഡസിന്റെ വരാനിരിക്കുന്നുണ്ട്. അതിന് മുന്നോടിയായിട്ടാണ് T1 ടീമുകളൊക്കെ അവരുടെ ഇൻഡസ് ബാറ്റിൽ റോയൽ ലൈനപ്പ് അനൗൺസ് ചെയ്യുന്നത്. അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മളെ വൊമെക്സും എക്സ്ട്രീമേഴ്സും അതേപോലെ NRI മാനേജ് ചെയ്ത ഒരു ചെറിയ വൺ ഡേ ഇവന്റ് അവർ ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 2025 ഒരു ബിഗിനിങ് എന്ന രീതിയിൽ ഒറ്റ ദിവസത്തേക്ക് ഒരു ഇവന്റ് നമ്മുടെ കേരളത്തിലെ ടോപ്പ് ടീമുകളും അതുപോലെ തന്നെ T1 T2 ലെവലിലൊക്കെ കളിക്കുന്ന ടോപ്പ് ടീമുകളും ആയിരുന്നു ഈ ഒരു ഇവന്റിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കതിൽ ആ ഒരു ഓവറോൾ പോയിന്റ്സ് ടേബിൾ നോക്കുകയാണെങ്കിൽ ഒറ്റ ദിവസത്തെ ഇവന്റ് ആയിരുന്നു. 4 മാച്ചുകളായിരുന്നു. ESG സ്പോർട്സ് എന്ന് പറഞ്ഞ ഒരു ടീം 2 ചിക്കണിനോടുകൂടി മാച്ച് 1ൽ 10 ഫിനിഷസോട് കൂടിയിട്ടും ലാസ്റ്റ് മാച്ചിൽ 3 ഫിനിഷസോട് കൂടിയിട്ടും അങ്ങനെ 2 ചിക്കണിനോടുകൂടി 42 പോയിന്റുമായിട്ട് ഇതിന്റെ ചാമ്പ്യന്മാരായിരിക്കുകയാണ് ESG മല്ലു ടീമല്ല. ആൻഡ് സെക്കൻഡ് നമ്മളെ മല്ലൂർക്കുള്ള മിത്ത് ഒഫീഷ്യൽസ് അതിന്റെ സെക്കൻഡ് പൊസിഷനിലേക്ക് എത്തി 39 പോയിന്റുമായിട്ട്. ആൻഡ് തേർഡ് നമ്മളെ പാബ്ലോയുടെ ടീമായുള്ള AOP എത്തിയിരിക്കുകയാണ് 38 പോയിന്റുമായിട്ട്. അങ്ങനെ ജസ്റ്റ് ഒറ്റ ദിവസത്തെ ഇവന്റ് ആയിരുന്നു. 2025 ഒരു നല്ല തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മളെ കേരളത്തിലെ ടോപ്പ് ഇവന്റുകൾ നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു ഇവന്റ് നിങ്ങൾക്ക് പോപ്സ് ഗെയിമിംഗ് എന്ന് പറഞ്ഞുള്ള യൂട്യൂബ് ചാനൽ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതിന്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് BGIS 2025 രജിസ്ട്രേഷന് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ക്രാഫ്റ്റ് ഇന്ത്യ സ്പോർട്സിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ത്രൂ ആയിരിക്കും രജിസ്ട്രേഷൻ. നിങ്ങൾക്ക് എല്ലാവർക്കും രജിസ്ട്രേഷന്റെ പ്രോസസ്സും കാര്യങ്ങളും അറിയാം. നല്ല രീതിയിൽ ടൈമും കാര്യങ്ങളൊക്കെ എടുത്ത് അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം എന്താ വെച്ചാൽ ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ പേരിൽ വരെ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡിസ്ക്വാളിഫൈ ആയി പോവും. അപ്പം നിങ്ങൾ എല്ലാ രീതിയിലും ശ്രദ്ധിച്ചുകൊണ്ട് BGIS രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പൊ 64 ഇൻവൈറ്റഡ് ടീംസുകൾ BGISൽ ഉണ്ടാവുന്നതാണ് അവർ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുള്ളത്. പൊതുവെ നടക്കാറുള്ളത് ദ ഗ്രൈൻഡിലേക്ക് 200 ടീമുകളെ ടോപ്പ് ടീമുകളെ ഇൻവൈറ്റ് ചെയ്യും. അവിടെ നിന്നും
കുറച്ച് 64, 32 ടീമുകളെയൊക്കെ BGSലേക്ക് റൗണ്ട് 4, റൗണ്ട് 3യിലേക്കൊക്കെ ക്വാളിഫിക്കേഷൻ ഡയറക്റ്റ് കിട്ടുക അല്ലെങ്കിൽ ഇൻവൈറ്റ് കിട്ടുക. ആ ഒരു രീതിയിലാണ് ഉണ്ടാവാറ്. ഇത്തവണയും ആ ഒരു രീതിയിൽ തന്നെ ആയിരിക്കുമെന്നാണ് നമുക്ക് തോന്നുന്നത്. അത് നമുക്ക് വരുന്ന ദിവസങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. നിങ്ങൾക്കൊരു BGMI ടീം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും BGS 2025 രജിസ്റ്റർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക എന്നുള്ള അപ്പോൾ കമൻറ്റായി രേഖപ്പെടുത്താം. അടുത്ത വീഡിയോസ് വരെ ബൈ ഗൈസ്.